ഹലോ, ഇന്ന് ഞങ്ങൾ ആമിയുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോവുകയാണ് കേട്ടോ. അവൾക്ക് ബസ്സിൽ കയറണം എന്നൊരാഗ്രഹം. അപ്പോൾ എനിക്ക് എന്തായാലും വടക്കാഞ്ചേരി പോകേണ്ട കാര്യമുണ്ട്. അപ്പോൾ രണ്ടുപേരെയും വീട്ടിലാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടതേ ഞങ്ങൾ ബസ് കയറാണ്ട് നടന്ന് പോവുകയാണ് കേട്ടോ. നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും വെയിലത്ത് കുറച്ച് ദൂരം നടക്കാനുള്ള കാരണം ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് പളിയ കാര്യം അറിഞ്ഞത്. നമ്മൾ ചെന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ബസ്സുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അടുത്ത ഓപ്ഷൻ എടുത്ത് നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ അതെ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ബസ്സിൽ കയറാത്തതിൻ്റെ പരുവ് ആമിയുടെ പറയുന്നത് നമുക്ക് കേൾക്കാം കേട്ടോ. ഒരാളവിടെ വീട്ടിലാക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകും വേണം. ഒരു വിധത്തിൽ ആമിനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവൾക്ക് ബസ്സിൽ കയറിയേ പറ്റും. ബസ് ഇങ്ങനെ പോകുന്ന കണ്ടിട്ട് എന്നല്ലാടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളൊരു അനുഭവം എന്താണെന്നുള്ളത് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവൾക്കത് എന്തായാലും കയറണം ഒരു ദിവസം ആമിക്കുട്ടനായിട്ട്. അങ്ങനെ അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല, എത്താനായിക്കണേ. നമ്മുടെ നാട് എത്തിയിട്ടുണ്ട് എന്തായാലും. അപ്പം ഇനി രണ്ടുപേരെയും കൂടി അവിടെ ആക്കണം. അതും ഏറെമോളുണ്ട്, ഒരു 4 ആളും കൂടി അവിടെ കളിച്ചോളൂ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോണത്. അതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ മീഷോയിലൊരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് അവരാരും ഓപ്പൺ ചെയ്തിട്ടില്ല, ഞാൻ വരട്ടെ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാനതൊന്ന് അൺബോക്സ് ചെയ്യണം കേട്ടോ. ഇത് ഇങ്ങനൊരു വൈറൽ ബെഡ്ഷീറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതൊരു വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ആ ഒരു റേറ്റിന് എന്ന് വെച്ചാൽ വെർത്തായിട്ടുള്ളൊരു സാധനം. നല്ല മെറ്റീരിയലാണ്, നല്ല അത്യാവശ്യം കട്ടിയുള്ളൊരു മെറ്റീരിയൽ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പിടിച്ച് നോക്കിയിട്ട് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും മെറ്റീരിയൽ പിടിച്ച് നോക്കിയിട്ട് നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷെമിയുടെ വീട്ടിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഷെമി. അങ്ങനെ ഞങ്ങൾ ഇനി അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇപ്പം ഞങ്ങളതിനെ ചുങ്കത്തിൻ്റെ അവിടെ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെയും മോളിനെയും കൊണ്ട് ത്രിബിൾ വെച്ച് പോവാണ് കേട്ടോ. ചുങ്കത്തിൻ്റെ അവിടേക്ക് അടുത്താണ്, 2 കിലോമീറ്റർ ഉള്ളു അവിടെ നിന്ന്. അപ്പോൾ അവിടെ പോയാൽ വേഗം ബസ് കിട്ടും. അപ്പോൾ ഞങ്ങളങ്ങനെ ചുങ്കത്തിൻ്റെ അവിടെ പോവാണ് കേട്ടോ. അങ്ങനെ ചുങ്കത്തിൻ്റെ അവിടെ ഞങ്ങളാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബസ് വരുന്നുണ്ട്. അപ്പോൾ ബസ് വരുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാകുന്നുണ്ട്. ഞാനും കുറേ അയക്കണം കേട്ടോ ബസ്സിലൊക്കെ കയറിയിട്ട്. എന്തായാലും വീട്ടിലെ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ വടക്കാഞ്ചേരി കൊണ്ടുപോയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ ക്ലിനിക്കിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഡോക്ടറിനൊക്കെ കണ്ടു. നമ്മളിതാ വീട്ടിലെത്താനായിരുന്നു. പിന്നെ അവിടുത്തെ ബസ് ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. ശരിക്കും വലഞ്ഞിട്ടുണ്ടായിരുന്നു. നോമ്പ് എടുത്തിട്ട് നല്ല വെയിലുണ്ടായിരുന്നല്ലോ. അതെ, വീട്ടിൽ വരുമ്പോൾ നമ്മളെ കാത്തു നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ്. താങ്ക് യു.